ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മളിന്നൊരു പാമ്പിനെ കാണിച്ചു തരാം. അതായത് കാട്ടിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്ത് പാമ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും പാമ്പിനെ കാണുന്നില്ല എന്നുള്ളൂ, അല്ലാതെ പാമ്പില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ വീടുകളിലായിരിക്കട്ടെ അല്ലെങ്കിൽ കാടുകളിലായിക്കോട്ടെ, കുറച്ച് കരിയിലകളൊക്കെ ഇടയ്ക്ക് കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പാമ്പുകളെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കാട്ടിൽ പോകുന്ന സമയത്ത് ആ പാമ്പിനെ നമുക്ക് കാണുമ്പോൾ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതിദത്തമായിട്ടല്ലെങ്കിലും ഇതുപോലെയുള്ള ഷൂ, പാൻറ്, ഈ വക കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പാമ്പിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും. പിന്നെ പാമ്പിനെ കുറച്ച് കൂടുതലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പേടി കൊണ്ടാണ് പാമ്പ് ഒരു പ്രശ്നമാകുന്നത്. പാമ്പും നമ്മുടെ നാട്ടിലുള്ള മറ്റ് പ്രകൃതിയിലുള്ള ഒരു ജീവി തന്നെയാണ്, അല്ലാതെ പാമ്പ് അന്യഗ്രഹ ജീവിയോ അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു ജീവിയോ അല്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പേടിക്കാതെ പാമ്പിനെ അറിയുക, പാമ്പിന് പ്രോപ്പറായിട്ടൊരു ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുക. പാമ്പ് ഒരു പ്രശ്നമല്ല. അപ്പം നിങ്ങൾക്ക് ഞാനൊരു പാമ്പിനെ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഞാൻ ഇരിക്കണതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കി, അതായത് ഞാനിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇത് ഹംപ് നോസ് പിറ്റ് വൈപ്പറാണ്. മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയുന്ന ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പറാണ് ഈ പാമ്പ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു പാമ്പ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ കാണുന്ന സ്ഥലത്ത്, നമ്മൾ പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തും പാമ്പുണ്ട്. പാമ്പില്ലാത്തൊരു സ്ഥലമില്ല. പാമ്പിനെ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ ഒന്നുകൂടെ ആ പാമ്പിനെ കാണിച്ചു. ഓക്കെ. അപ്പോൾ ശരി, പാമ്പിനെ കാണുമ്പോൾ പേടിക്കുകയല്ല വേണ്ടത്, പകരം നമുക്കതിന് ശ്രദ്ധയാണ് വേണ്ടത്. ശ്രദ്ധയുണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് പ്രശ്നമല്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഷൂസൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ട് ശ്രദ്ധിച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പാമ്പ് ഒരു അപകടകാരിയായ ജീവിയല്ല. ഓക്കെ, താങ്ക് യു.